ഹലോ ഗൈസ്, വെൽക്കം ടു മൈൻഡ് മസിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ 3 വീക്സ് ഔട്ടിൽ ഉള്ള ബോഡി കണ്ടീഷനാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് എൻ്റെ തലയുടെ വില കാണണം. അപ്പോൾ ഞാനത് കമ്പയർ ചെയ്യാനാണ് എത്രത്തോണ്ട് വ്യത്യാസം ഉണ്ടെന്ന് അപ്പോൾ നിങ്ങൾ കൂടി കാണിക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, എൻ്റെ പോസിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച്. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോസിങ് എനിക്ക് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇത് 3 വീക്സ് ഔട്ട് കണ്ടീഷനാണ്. ഇത് കാണിക്കാൻ പോണത് 4 വീക്ക് ഔട്ട് കണ്ടീഷനാണ്. ഇത് 62 കിലോ 63 കിലോ ഉണ്ടാവും ഏകദേശം. കട്ടിങ് ഓട സമയത്ത് ഞാൻ 62ആയിരുന്നു. ടൈമിങ്ങിന്റെ ലൈറ്റിന്റെ ഷെയ്ഡും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഇത് എത്ര ഫാറ്റ് പെർസെന്റേജ് എനിക്ക് ഓർമ്മയില്ല. ഞാനത് എന്താ ഞാൻ എടുത്തു വെക്കാൻ മറന്നുപോയി, അതുണ്ടായത്. മാക്സിമം എല്ലാം എടുത്തു വെക്കാറുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ 3 വീക്സ് ഔട്ടിലെ കണ്ടീഷൻ. ഇനി കാണാൻ പോണത് എൻ്റെ ഇന്ന് 4 വീക്സ് ഔട്ട് കണ്ടീഷനാണ്. ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെൽറ്റയിലേക്ക് നല്ല ഡെവലപ്മെന്റ് തോന്നി, ക്വാഡ്സ് കുഴപ്പമില്ലാത്ത ഡെവലപ്മെന്റ് തോന്നുന്നുണ്ട്. ഇപ്പൊ എൻ്റെ കറണ്ട് ഫാറ്റ് പെർസെൻറ്റേജ് ആണ് ഈ നമ്മുടെ എൻ്റെ ഡയറ്റ് പ്ലാനിൽ കാണുന്നത് 4.8%. ഇന്നലെയാണ് എടുത്തത്. പോസിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ആയി തോന്നുന്നുണ്ട്. അപ്പൊ അടുത്ത കൊല്ലം ഒന്നും കൂടി എനിക്ക് കുഴപ്പമില്ലാണ്ട് പറ്റും എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും എൻ്റെ വീക്ക് മസിൽ എനിക്ക് ജസ്റ്റ് ആണ്. എൻ്റെ റൈറ്റ് സൈഡ് ജസ്റ്റിൽ കൈയിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുന്നുണ്ട്. അപ്പം അതിനുള്ള കോമ്പൗണ്ടൊക്കെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഒഴിവാക്കി ഇപ്പം പുതിയ കോമ്പൗണ്ട് എടുത്തപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇത് കാരണം കയ്യിന് വരുന്നുള്ളത്. ഡോസ് കുറച്ച് കുറച്ച് നിർത്താനുള്ള പരിപാടി നോക്കേണ്ടി വരും മിക്കതും. അങ്ങനെ പോസിങ് ഒന്നും കൂടി നല്ല രീതിയിൽ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ഇപ്രാവശ്യം എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ട് ബോസ് ചെയ്യുമ്പോൾ. കുറച്ചുകൂടി ഡെഫിനേഷൻ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് പറയാൻ. രണ്ടും കൂടി സൈഡ് ചെസ്റ്റ് ഒക്കെ പിടിക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഒന്നുമില്ല. ട്രൈസെപ്സ്, ഹാംസ്ട്രിങ്, ക്വാഡ്സും വ്യത്യാസം വന്നിട്ടുണ്ട്. ബാക്ക് ഡബിൾ ബൈസെപ്സ് എനിക്ക് അത്ര താല്പര്യമില്ല. എനിക്ക് എന്താ പറയാ, കുറച്ചുകൂടി ഡെവലപ്പ് വരുത്താൻ ഞാൻ ശ്രമിക്കട്ടെ. ചിലപ്പോൾ എൻ്റെ ബോഡി ഷേപ്പ് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും കുറച്ചുകൂടി വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇയർലി ഞാനൊരു 5 to 6 kg ആണ് ലീൻ മസിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ വലിയ ഗോള വെച്ചിട്ടുണ്ട്. അത് ഞാൻ അപ്പം പറയാം, ഇപ്പൊ ഞാൻ പറയുന്നില്ല. ആ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അതിന്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും. അപ്പൊ നോക്കി നോക്കാം. ആ, കുറച്ചും കൂടി ഇതാണ്, കുറച്ചും കൂടി പോസിങ്ങും എനിക്ക് ചെറിയ 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 വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ വലിയൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ബോഡിയിൽ. പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമായിട്ട് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് എനിക്ക്. അപ്പൊ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തേർഡാണ് അടിച്ചത് 60 to 65 കിലോ കാറ്റഗറിയിൽ. ഇതിൽ ഞാനൊരു സെക്കൻഡെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ കണ്ടീഷൻ. ഇനി ഇപ്പുറത്തിരിക്കണതാണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഡയറ്റ് പ്ലാൻ. കാർഡ് സൈക്കിളാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പൊ കാർഡ് സൈക്കിൾ ഇപ്പൊ കറണ്ട് എൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് ആണ് 4.8%. ഫാറ്റ് മാസ് 3.3 കിലോ. ലീൻ മാസ് 64.7 കിലോ ആണ് എൻ്റെ ലീൻ മാസ് ഇരിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. എങ്ങനെ ഫുൾ പ്രൊജക്ട് ആക്കാൻ പറ്റും? ആ 64.7 കിലോ ആണ് ഇപ്പൊ എൻ്റെ ലീൻ മാസ് ഇരിക്കുന്നത്. ഇനി ഞാൻ മീഡിയം ഡേ എന്ന് പറയുന്നത് എൻ്റെ നോർമലി ബാക്ക് റാഡൽ. ഇന്ന് ഞാൻ ബാക്ക് റാഡിട്ടാണ് വർക്കൗട്ട് ചെയ്തത്. അതുപോലെ ചെസ്റ്റ്, ട്രൈസെപ്സ് ഇതൊക്കെ മീഡിയം ഡേ ആണ്. അല്ല, ചെസ്റ്റ്, ബൈസെപ്സ്, പിന്നെ ഷോൾഡർ, ട്രൈസെപ്സ് ഇതൊക്കെ എൻ്റെ മീഡിയം ഡേ ആണ്. ലെഗ് ഡേ ആണ് എൻ്റെ ഹൈ ഡേ. റെസ്റ്റ് ഡേ പ്ലസ് ആപ്സ് ഡേ ഒക്കെ ആകുമ്പോൾ ഞാൻ ലോ ഡേ ആയിട്ട് കണക്ക് കൂട്ടാറുണ്ട്. ഓക്കെ, ഞാൻ അതിൽ മെയിനായിട്ട് ചേഞ്ചസ് വരുത്തി. ഞാൻ ഓട്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം. ഞാനിപ്പോൾ ഓട്സ് ആഡ് ചെയ്തു. കാരണം എനിക്ക് കുറച്ചും കൂടി ഗ്രാം പ്രോട്ടീൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓട്സ് ആഡ് ചെയ്തത്. മിഡ് ഡേയുടെ ഒപ്പം 50 ഗ്രാം ഡ്രൈ ഓട്സ് എടുത്ത് അളന്ന് നോക്കിയിട്ട് അതിൽ
5 മുട്ട, അതിൽ 4 വെള്ളയും ഒരു മുഴുവൻ മുട്ടയാണ് എടുക്കുന്നത്. അത് ബീറ്റ് ചെയ്തിട്ട് അതിൽ വേണ്ട ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ചേർക്കുക. അല്ലെങ്കിൽ സബോളയോ തക്കാളിയോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് സോസ് കൂട്ടി കഴിക്കും. അല്ലാണ്ട് എനിക്ക് ഇറങ്ങണില്ല. അങ്ങനെയാണ് ഇപ്പം ഇത് കഴിച്ചു പോണത്. രണ്ടാമത്തെ ഭക്ഷണം വേറെ ഒരു സ്കൂപ്പ് ആണ് കഴിക്കുന്നത്. മൂന്നാമത്തെ ഭക്ഷണം 100 ഗ്രാം ബ്രൗൺ റൈസും 250 ഗ്രാം ബോയിൽഡ് ചിക്കൻ. ഇതിന്റെ ഒപ്പം ഞാൻ കുറച്ച് വെജീസ് ആഡ് ചെയ്യും. ഒരു ഫ്രൈഡ് റൈസ് പോലെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ചോറ് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ നോൺ സ്റ്റാർച്ച് വെജിറ്റബിൾ എന്താ ആവശ്യച്ചാൽ അത് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യും. അതിൻ്റെ ഒപ്പം ഒരു മുട്ട ചേർക്കും. മുഴുവൻ മുട്ട ചേർക്കുകയാണെങ്കിൽ അടുത്ത വരണ മീൽ 4ൽ വോളഗ് ഉണ്ടാവില്ല. എഗ് വൈറ്റ് മാത്രം എടുത്തോളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സെയിം ഫസ്റ്റത്തെ മീൽ തന്നെയാണ് 4ൽ കൊടുക്കുന്നത്. 5th മീൽ സെയിം പരിപാടി തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കും. ആറാമത്തെ ലാസ്റ്റ് മീൽ നൈറ്റ് ആകുമ്പോഴേക്കും 1 സ്കൂപ്പ് വേടിക്കും. ലോഡയിൽ ഇതേ പരിപാടി തന്നെ വരുന്നു. പക്ഷെ നമുക്ക് കാർബില്ല. ഇതിൽ കാർബ് മാക്സിമം ഒഴിവാക്കിയാണ്. നമ്മളൊരു സ്കൂപ്പ് വേഗം കഴിക്കുമ്പോൾ കുറച്ച് കാർബ് കയറുന്നുണ്ട്. കുറച്ച് എഗ് വൈറ്റ് കഴിക്കുമ്പോൾ അതിലും കുറച്ച് കാർബ് ഉണ്ടാവാം. ബോയിൽഡ് ചിക്കനിലെ വെജീസ് നമുക്ക് ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും കഴിക്കാം. അതായത് ഏത് ഡേ ആണെങ്കിലും നിങ്ങൾക്ക് വെജീസ് ആവശ്യത്തിന് ആഡ് ചെയ്യാം. നല്ലതാണ്. അതിന്റെ കലോറി കണക്ക് കൂട്ടണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് വലിയ കലോറി വരുന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ ഇതുപോലെ അതെ ലോഡയിൽ നമ്മൾ കാർബ് ഒഴിവാക്കി. ഹൈഡയിൽ വരുന്നത് ഗുഡ് ഫാറ്റ് ആണ് ഞാൻ ഒഴിവാക്കുന്നത്. അതുകൊണ്ടാണ് മുട്ടയിലെ ഫാറ്റ് ഞാൻ ഒഴിവാക്കി. 1 സ്കൂപ്പ് അതിൽ കുറച്ച് ഫാറ്റ് വരാൻ സാധ്യതകളുണ്ട്. ബ്രൗൺ റൈസ് ബോയിൽഡ് ചിക്കനിൽ ഫാറ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ എഗ് വൈറ്റ് ഇത് കാർബ് കൂടുതലാണ്. ഹൈ കാർബാണ്. ഞാൻ എൻ്റെ LBSന്റെ 3 ഇരട്ടി നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അത് ഡിവൈഡ് ചെയ്യും. അതിനുള്ള ആവശ്യത്തിന് അനുസരിച്ചിട്ടാണ് കാർബ് എടുക്കുന്നത്. ആറാമത്തെ മീല് 1 സ്കൂപ്പ് ആയിട്ട് എടുക്കും. ഇതാണ് ഇപ്പം എൻ്റെ കറണ്ട് വർക്കൗട്ട് വർക്കൗട്ട് അല്ല, കറണ്ട് ഡയറ്റ് പ്ലാൻ രീതികൾ പോണത്. വർക്കൗട്ട് രീതി വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഷോൾഡർ ട്രൈസെപ്സ്, ലെഗ് കാഫ്, റെസ്റ്റ് കാർഡിയോ, ആപ്സ്, പിന്നെ ബാക്ക് റയർ ഡെൽറ്റ്, ചെസ്റ്റ് ബൈസ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് സ്പ്ലിറ്റ് പോണത്. കറണ്ട് ഡയറ്റ് പ്ലാനും ഇതുപോലെയാണ് പോകുന്നത് കേട്ടോ. കാർബ് സൈക്കിളാണെന്ന് പോകുന്നത്. ഇനി ചിലപ്പോൾ പീക്ക് വീക്ക് ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ കാർബ് സൈക്കിൾ മാറ്റിയിട്ട് പീക്ക് വീക്കിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യും. അത് ചിലപ്പോൾ ബാക്കിലോടായിരിക്കും. അതിലെന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ വീഡിയോയിൽ പറയാം കേട്ടോ. ഇതാണ് എൻ്റെ കറണ്ട് കണ്ടീഷൻ. ഓക്കെ.